ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ആദ്യത്തെ വ്ളോഗ് ഇടാനുള്ള സമയമായിരിക്കണേണ്. ആദ്യത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എ ഡേ ഇൻ മൈ ലൈഫ് ഇൻ മൈ മദേഴ്സ് ഹൗസ്. അപ്പോൾ നമ്മൾ അമ്മ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കണത്. ഇന്നത്തെ നമ്മുടെ ഒരു ദിവസത്തെ ഫുൾ കാര്യങ്ങളാണ് ഇടേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്താ ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പം ഏനേറ്റുള്ളൂ. നമ്മൾ പല്ല് തേക്കണം, കുളിക്കണം, ചായ പിടിക്കണം. എന്നിട്ട് ഇപ്പൊ അമ്മാമ്മച്ചി രാവിലെ 7:30 ജോലിക്ക് പോവും. അപ്പൊ നമുക്ക് അമ്മാമ്മച്ചിനെ ആക്കിയും കൊടുക്കണം. ഓക്കെ. അപ്പൊ നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ രാവിലെ ഉള്ള കർമ്മങ്ങളെല്ലാം ചെയ്ത് തീർക്കുക. അപ്പൊ ആദ്യം തന്നെ പല്ല് വെക്കുക, ചായ കുടിക്കുക, അങ്ങനെയുള്ള എക്സെട്ര. അപ്പൊ നമ്മൾ ചായ കുടിക്കുന്നത് നമ്മുടെ പ്രഭാത കർമ്മങ്ങൾ നമ്മൾ ചായയിൽ നിന്നും തുടങ്ങുകയാണ്. ജോലിക്കോണ് ഏറ്റാ. അപ്പം അമ്മാമ്മച്ചി ജോലിക്ക് പോകണേണ്. ഇനിയിപ്പോൾ വൈകുന്നേരം വരുവോളൂ. ഇനി അപ്പാപ്പ മാച്ചിയും പോയി. ഇനി അപ്പാപ്പ കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോയും. ഇനി ഞാനും കൂടു ഇപ്പം എഴുന്നേറ്റിട്ടില്ല. കൂടു ഇപ്പോഴും ഉറങ്ങണേ. ഞാൻ രാവിലെ 6-7 മണിക്ക് എഴുന്നേറ്റാണ്. കൂടു ഉറങ്ങണേണ് എപ്പോഴും. അവളെന്നെ എണീപ്പിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. സാമ്പാറും ഈസ്റ്റ് മംഗലം എന്ന് പറയുന്നത് എന്തുവാണ്, നമ്മുടെ മറ്റേ ക്യാരറ്റ് സാധനമായിട്ട് പിന്നെ സാമ്പാർ. ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ലെറ്റ്സ് ഈറ്റ്. ഇനി നല്ല കോഫി ഉണ്ട്. കോഫി ഞങ്ങളിപ്പോൾ റെഡി ആയതാണ്. ഞങ്ങൾ നമ്മുടെ വൈറ്റില ബോട്ടിങ്ങിന് പോകാനായിട്ട് റെഡി ആയതാണ്. പക്ഷെ അപ്പാപ്പക്ക് ചെറിയൊരു ചുമ തൊണ്ടവേദന വന്നിട്ട് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അതിനാണ് ഡ്രസ്സ് മാറിയത്. അപ്പൊ ഇപ്പൊ 11 മണി സംതിങ് ആയിട്ടുള്ളൂ. അപ്പൊ നമ്മളൊരു 12:30 വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പോണ്. അപ്പൊ കിടന്നുറങ്ങിയിട്ട് കാണാം. മോനെ എഴുന്നേക്കൂ, ഉച്ചഭക്ഷണം കഴിക്കാൻ സമയമായിരിക്കുന്നു. ഇങ്ങനെ കിടന്നുറങ്ങിയാ മതിയാ? ഉച്ചഭക്ഷണം കഴിക്കണ്ടേ? വാ, ഉച്ചഭക്ഷണം കഴിക്കാം. ഉച്ചഭക്ഷണത്തിന് നമുക്ക് ചോറും സാമ്പാറും ഉണ്ട്. പക്ഷെ ഒരു സെക്കൻഡ് ചോയ്സ് ആയിട്ട് നമ്മൾ മുട്ട വറുത്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. മുട്ട വറുക്കാൻ വേണ്ടി നമ്മളപ്പം നല്ല പ്രൊഫഷണലായിട്ട് നമ്മൾ സവാള അരിയണതാണ്. നമ്മുടെ അനിയത്തി അവിടെ മുട്ട ഇത് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് അപ്പം പ്രൊഫഷണൽ ഗെയിംസൊക്കെ ഉണ്ട്. ചെറുതായിട്ട് നമ്മൾ മുറിച്ച സവാള ഇത്തിരി വലുതായി പോകുമെന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ ആയിട്ടാണ് ആച്ച മൂച്ചിട്ട് വരട്ടി ചെറുതാക്കണേ. ഈ സവാള അരിയണത് ഭയങ്കര ചടങ്ങ് പണിയാണ്. അതരിഞ്ഞ് കണ്ണ് പോയി. നമ്മളൊരു സവാളയും അരിഞ്ഞ് മുളകും അരിഞ്ഞ് അതിനകത്ത് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും മുട്ട കുറഞ്ഞു പോയി. എന്ന് വെച്ചാൽ കട്ടിയായിപ്പോയി. അപ്പോൾ നമ്മൾ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചിട്ട്, പക്ഷെ അതും ആയില്ല. വേറെ മുട്ട ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇതേപോലെ മുട്ട വറുക്കാൻ പോണ്. ഇത്രയും നേരം സവാള അരിഞ്ഞ് മുട്ട ഇട്ട് മുളകിട്ട് കുരുമുളക് പൊടിയും ഇട്ട് പൊള്ളി ടേസ്റ്റാണ്. അടിച്ചിട്ട് let's wait. പൊളി, കറക്റ്റ്. പ്രൊഫഷണൽ കട്ടിങ്. ഇതിനെയാണ് പ്രൊഫഷണൽ കട്ടിങ് എന്ന് പറയുന്നത്.
പ്രൊഫഷണൽ ആയതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല. ആ നമുക്ക് ഓരോ പീസ് എടുത്ത് മുകളിലായിട്ട് വെക്കാം. Yes, one piece done. കട്ട് ചെയ്യുന്നത് നെയ് വിട്ടുകൂടെ. കമ്മിനി ഇത് കഴിക്കാം നമുക്ക്. ദേ ഇവിടെ എന്തൊക്കെയാ ഇരിക്കണേ നോക്കി. സാമ്പാറ്, ചോറ്, മുട്ട വറുത്തത്. ആഹാ കോമ്പിനേഷൻ. ആദ്യം പിന്നെ ഒരു മുട്ട എടുത്തത്. മുട്ട സാമ്പാറും കൂടെ വെക്കാണ്ടല്ലോ. പൊളിക്കും. നടക്കാം എടുത്തിട്ട് അങ്ങോട്ട് ഇട്ടുണ്ടല്ലോ. അനിയത്തിയും അപ്പാപ്പയും കൂടി നമ്മുടെ പ്രോട്ടീൻ ഷേക്ക് അടിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇപ്പോൾ കടയിൽ പോയേക്കണതാണ്. അപ്പോൾ നമുക്ക് ഇനി ഉള്ള കാര്യം നമുക്ക് എക്സസൈസ് ചെയ്യണം. നമ്മൾ വീട്ടിലത്തെ പോലെ എല്ലാ വീട്ടിലാണെന്ന് വെച്ചാൽ നമുക്ക് കുറേ എക്സസൈസ് സാധനങ്ങൾ ചെയ്യാറുണ്ട്. 10 കിലോൻ്റെ ഡമ്പല് ഒരു 5 റെപ്പ് വെച്ച് എടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആകെ കൊണ്ടുവന്നേക്കുന്നത് 4 കിലോൻ്റെ 2 ഡമ്പല് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. 10 കിലോൻ്റെ വെച്ചാൽ എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ 4 കിലോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണതാണ്. എക്സസൈസ്. Não festa de fim de semana. മതി അത്രയും പട്ടിഷ മതി, ഇനി വേണ്ട. നമ്മൾ പട്ടിഷോടെ ഇടക്ക് 2 എക്സസൈസ് മറന്നുപോയി. അതും കൂടി ചെയ്യലേ പറ്റൂല. നമുക്കൊരു 40 ഹാമർക്കുകൾ പഠിക്കണം. ഫെയിൽ ആവണവരെ ഡമ്പൽ പഞ്ചും ചെയ്യണം. നമ്മുടെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഇനി കാലിസ്തനിക്സും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കൗട്ട് നിർത്തണം എല്ലാ ദിവസത്തെയും പോലെ. കാലിസ്തനിക്സ് പതുക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ പതുക്കെ ഇമ്പ്രൂവ് ആവുള്ളൂ. ഇപ്പം കുറേ പ്രാവശ്യം വീണാലും നമ്മൾ വീണ് തന്നെ പഠിക്കണം കാലിസ്തനിക്സ്. അതാണ് അതിൻ്റെ ആ പ്രത്യേകത. അപ്പോൾ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ബെസ്റ്റ് സാധനത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കാൻ പോകണം. അപ്പം നമ്മൾ പറഞ്ഞു നേരത്തെ അപ്പം കുടും കൂടി പോയിട്ട് പ്രോട്ടീൻ ഷേക്കിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഒന്നാമത് നമ്മുടെ പീനട്ട് ബട്ടർ ഉണ്ട്,
ഓട്സ് ഉണ്ട്, പക്ഷെ ഇത് ഓട്സ് പൊടിച്ചതാണ്. പൊടിച്ചതായാലും അല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ബൂസ്റ്റ് ഉണ്ട്, നട്ട്സ് ഉണ്ട്. അവിടെ നട്ട്സ് അല്ലാണ്ട് പിന്നെ ബദാം അങ്ങനെ എന്താണെങ്കിലും ഇടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം. നല്ല പ്രോട്ടീൻ കിട്ടുന്ന സാധനങ്ങൾ ഫുള്ള് ഇട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് അടിക്കാം. ഫസ്റ്റ് തന്നെ ഒരു 3 സ്പൂൺ ഓട്സ് ഇടണം. ഒരു 3 സ്പൂൺ ഓട്സ് ഇടാം. 3 അല്ലെങ്കിൽ 2 മതിയാവും. പിന്നെ നമ്മൾ ആവശ്യത്തിന് നട്ട്സ് ഇട്ട് കൊടുക്കണം. നട്ട്സാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. നട്ട്സും പീനട്ട് ബട്ടറും, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടുള്ളത്. ബദാമൊന്നും എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞു. കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഞങ്ങൾ പീനട്ട് ബട്ടർ ഇടുന്നത് കൊണ്ട് അത്രയും കിട്ടണമെന്നില്ല. പീനട്ട് ബട്ടർ ഇടുന്നില്ലെങ്കിൽ ഇതിലും കുറച്ച് കൂടുതലും ഇടണം. പീനട്ട് ബട്ടർ ഇടണം. പീനട്ട് ബട്ടറിൽ ഹൈ കലോറി ഉണ്ട്. ഓരോ ഗ്രാമിനും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നമ്മൾ ഒരു ലേശം പാൽ ഒഴിച്ച് കൊടുക്കണേ. ഫസ്റ്റ് ഒന്ന് അടിയാനുള്ള ഭാഗത്തിന് പാൽ ഒഴിച്ച് കൊടുക്കണം. ഇത്ര മതി. നമുക്ക് ഇതൊന്ന് അടിച്ചിട്ട് വരാം. ഇത് ഇങ്ങനത്തെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഒരു ഇവിടെ പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ആ ഒരു ഇത് പോയി. എത്ര പാൽ ഒഴിച്ചാലും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള അത്രയും പാൽ ഒഴിക്കാം. പിന്നെ ഒന്നുകൂടെ അടിച്ചിട്ട് വരാം. കുറച്ച് ബൂസ്റ്റ് ആദ്യം കൊടുക്കാം. ഇത് ബൂസ്റ്റ് ഇല്ലാണ്ട് കഴിക്കാൻ ഭയങ്കര കയ്പാണ്, അതാ ബൂസ്റ്റ് ആഡ് ചെയ്യണം. നമ്മളൊരു കാര്യം ഇടാൻ മറന്നുപോയി, പഴം ഇടാൻ മറന്നുപോയി. അപ്പാപ്പ ഓർമ്മിപ്പിച്ചത് ഭാഗ്യം. 2 പഴം കൂടി അരിഞ്ഞിട്ടേക്കാം. എന്ത് അപ്പാപ്പ എന്നെ കുറ്റം പറയണത്. നമുക്ക് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ഷെയ്ക്ക് ആയിട്ടുണ്ട്. ഷെയ്ക്ക് നല്ല പൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടി ഇത് നല്ല മിക്സിയിൽ അടിച്ചിട്ട് ചെറിയ ചൂടുണ്ട്, അപ്പൊ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. അപ്പൊ നമ്മുടെ പ്രോട്ടീൻ ഷേക്ക് ശരിയായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇങ്ങനെയല്ല, നമുക്ക് വെള്ളം പോലെയാണ് കിട്ടേണ്ടത്. നമ്മൾ മേടിച്ച ആ പീനട്ട് ബട്ടർ ഇത്തിരി ക്രീമി ആയിപ്പോയി. ഓരോ ഷേപ്പുണ്ട്, ക്രീമി ആയിട്ട് സോളിഡ് ഉണ്ട്, അങ്ങനെ കുറെ സാധനം ഉണ്ട്. നമ്മൾ മേടിച്ചത് ക്രീമി ആയിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാൽ നല്ല വെള്ളം പോലെ സ്മൂതി പോലെ കിട്ടിയാന്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ക്രീമി ആയിപ്പോയെങ്കിൽ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ബൂസ്റ്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ബൂസ്റ്റ് ഇടണം, അതേ പ്രശ്നം. ഗൈസ് അങ്ങനെ അപ്പൊ നമ്മുടെ ചായയുടെയൊക്കെ കഴിഞ്ഞ്, ചായയുടി എന്ന് പറയാൻ ഒരു കയ്പ്പ്, മറ്റേ പ്രോട്ടീൻ ഷേക്ക് ആയിരുന്നു, ഭയങ്കര കയ്പായിരുന്നു. എനിക്കിപ്പോ വൈകും പോയിട്ടില്ല. അത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പതഞ്ഞ ആ ക്രീമി സാധനം ആയതുകൊണ്ട് ഇത്തിരി കയ്പ്പ് കൂടുതലായിരുന്നു. ബൂസ്റ്റ് ഒത്തിരി കുറവായിട്ടത്, പഞ്ചസാരയും ഉണ്ടായില്ല, കുറച്ച് ഇതായത്. പിന്നെ നമ്മള് പഴം ലാസ്റ്റ് ഇട്ടത് നമ്മള് അറിഞ്ഞില്ലല്ലോ, മറന്നുപോയി നമ്മള്. അപ്പൊ ഞാൻ പോയി കുടിച്ചിട്ട് വരാം. യെസ് ഗായ്സ്, നമ്മള് കുളിച്ച് ഞാൻ കുട്ടപ്പനായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ എനിക്ക് കാര്യം പറയാനുണ്ട്, ഈ വീഡിയോയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും, ഒന്ന് മൈൻഡ് ചെയ്യാറുണ്ട്. വീഡിയോ ക്ലാരിറ്റി കുറവ്, പിന്നെ ഇടക്ക് സൗണ്ട്, എൻ്റെ മൈക്ക് ഞാൻ ഇടക്ക് വെക്കാൻ മറന്നുപോയി. പിന്നെ ആ വീഡിയോ ആ സമയത്ത് പിന്നെ വേറെ സമയത്ത് അങ്ങനെ എടുക്കാൻ പറ്റൂല. അപ്പൊ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒന്ന് മൈൻഡ് ചെയ്യരുത്. ആദ്യത്തെ വ്ളോഗ് ആയിട്ടാണ്. അടുത്ത പ്രാവശ്യം നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന്. ഞാൻ അത് അടുത്ത പ്രാവശ്യം ഞാൻ മാറ്റങ്ങൾ വരുത്തിക്കോളാം. ഗൈസ്, ഇനി നമ്മൾ പ്രാർത്ഥന ചെല്ലാൻ പോണേണ്. നമ്മുടെ ഡിന്നറായിട്ട് ചിക്കൻ വറുത്തതും സാമ്പാറുമാണ്. അമ്മാച്ചി ചിക്കൻ വറുക്കാൻ പോണ്. വറുത്തോ. ഗൈസ്, നമ്മൾ ഈ ദിവസത്തെ ലാസ്റ്റത്തെ ചടങ്ങിലേക്കൊടൊക്കെയാണ് ഡിന്നർ. അപ്പൊ ഡിന്നറിനൊക്കെ കഴിക്കാനുള്ളത് ചിക്കൻ വറുത്തുണ്ട്, സാമ്പാറുണ്ട്, ഇതാണ് നമ്മുടെ ഡിന്നർ. ചോറുണ്ട്, ചിക്കൻ വറുത്തുണ്ട്, സാമ്പാറുണ്ട്.
ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ കിടന്നുറങ്ങാൻ പോണേണ്. അപ്പൊ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ഗുഡ് നൈറ്റ്.